അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്തൊക്കെ തരത്തിലുള്ള താങ്കൾ പറയുന്നത് തെറ്റാണ്. താങ്കൾ ഒരു സെക്കൻഡ് ശ്രീ രാജേഷ് പറയട്ടെ. ശ്രീ രാജേഷ് ഞാൻ സംസാരിക്കട്ടെ. പുള്ളി പറയട്ടെ, ഞാനത് ആസ്വദിക്കുന്നു. പുള്ളി പറയട്ടെ. ശരി ശരി. യഥാർത്ഥത്തിൽ ശ്രീ പണിക്കർ പറഞ്ഞ പോലെ ഇതില് UDF സർക്കാർ ഒരു പക്ഷേ ചോദ്യം, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രശ്നമുണ്ട്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സഖാവ് പിണറായി വിജയൻ 52 മിനിറ്റുള്ള ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. VD സതീശൻ ഈ വിഷയം മാത്രമല്ല പല വിഷയങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും വളരെ കൃത്യവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള മറുപടിയാണ് സഖാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതിന് ഇത് എത്ര മാധ്യമങ്ങൾ ഈ 52 മിനിറ്റ് നീണ്ടുനിന്ന ഈ പത്രസമ്മേളനം എത്ര മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള എത്ര മാധ്യമങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണോ ശ്രീ രാജേഷ്? മറുപടി ഇതാര് പ്രതിപക്ഷത്തിന്റെ വളരെ ക്രിയാത്മക പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കുന്നത്. VD സതീശൻ പറഞ്ഞ പല കാര്യങ്ങളെയും എണ്ണമിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് അതിന് മറുപടി പറയുകയാണ്. ഇത് കേരളം അറിയണ്ടേ? തെറ്റിദ്ധാരണയുണ്ട്. ഇന്നലെ CPM ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ നൽകിയൊരു വാർത്ത ഞാൻ പറയട്ടെ, ഞാൻ അങ്ങോട്ട് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. ഈ പ്രചരിപ്പിച്ച ഒന്നിൽ ഒരുപാട് പേർ വീണു പോയിട്ടുണ്ട്. ഇതെന്താണ് പിണറായി വിജയന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സ്വരം കേൾപ്പിക്കില്ലേ? ഈ എന്താണ് ഡൽഹി മോഡലിലാണോ ഇവിടെയും മാധ്യമങ്ങൾ നോക്കി? ഇതിലൊരു വസ്തുത മനസ്സിലാക്കണം. ആ സമയത്ത് ഇവിടെ നമ്മൾ ഫുട്ബോൾ മത്സരം ലൈവ് ടെലികാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. ആ സമയത്ത് എന്താണ് നടന്നത്? ഇന്നലെ കൃത്യമായി ഞാൻ അതിന്റെ ടൈം ലൈൻ എടുത്തു വെച്ചിട്ടുണ്ട്. കൃത്യമായി 11:26 പിണറായി വിജയൻ അദ്ദേഹം മീഡിയയെ കാണാൻ നിൽക്കുന്നത്. 11 മണിക്കാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷന്റെ ഒരു ക്ലോക്ക് ടവർ തകർന്നു വീഴുന്നത്. ആ വിവരം 11:28 ഞങ്ങളുടെ റിപ്പോർട്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ പറയുന്ന പ്രകാരം ഏറ്റവും കൂടുതൽ കാണിച്ച ചാനലുകളിൽ എൻ്റെ പേര് മനോരമ ന്യൂസ് എന്നാണ്. 8 മിനിറ്റ് എന്നാണ്. ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞ ആ സമയത്ത് 8 മിനിറ്റ് പോലും പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അല്ല കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അവിടുന്ന് പെട്ടെന്ന് വിവരങ്ങൾ വരുന്നുള്ള താമസം കൊണ്ടാണ്. അല്ലല്ല, ഒരു മിനിറ്റ് നാട്ടിൽ നടക്കുന്ന ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് സാർ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക. അത് ശരിയാ. എന്ത് ശരി? നോക്കൂ, പിണറായി വിജയൻ ഇക്കാര്യം പറഞ്ഞു. അത് ഇന്നലെ നമ്മൾ വാർത്തയാക്കിയിട്ടുണ്ട്. ഇന്നും ചർച്ച ചെയ്യാണ്. ഇന്നലത്തെ എല്ലാ വാർത്തകളും, ബ്രേക്കിംഗ് ന്യൂസ്, നമ്മുടെ വാർത്തകളിലൊക്കെ പിണറായി വിജയൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വാർത്തയായി. ഈ 52 മിനിറ്റ് വാർത്താ സമ്മേളനം കൊടുത്തില്ല എന്ന് പറയുന്നത് തീർത്തും അയുക്തിയാണ്. ഒരു കാരണവശാലും അത് ഉന്നയിക്കാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ആ ദിവസം ഒരു വർക്കിംഗ് ഡേയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ താളം തെറ്റിയവർ എത്ര കണക്കിന് ആളുകളാണ്, 100 കണക്കിന് ആളുകളാണ് ഇന്നലെ വഴിയിലായി പോയത്. എപ്പോൾ വരെ? പാതിരാത്രി വരെ. ജനശതാബ്ദി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഡെയിലി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും കോഴിക്കോട് കൊച്ചിയിലേക്ക് വന്നു പോകുന്ന മനുഷ്യരൊക്കെ പെരുവഴിയിലായി പോയി. 100 കണക്കിന് സഞ്ചരിക്കുന്ന യാത്രക്കാർ, 1000 കണക്കിന് അവരുടെ ബന്ധുക്കൾ, സിബ്ലിങ്സ്, അവരുടെ റിലേറ്റീവ്സ് തുടങ്ങിയ ആളുകളൊക്കെ പ്രതിസന്ധിയിലായ ഒരു പ്രശ്നം വരുമ്പോൾ ഏത് മാധ്യമ പ്രവർത്തന പാഠമാണ് സാർ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടാ ഇഡിയറ്റ്? അതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, അതുകൊണ്ട് തന്നെ അത് കൊടുത്തില്ല, 52 മിനിറ്റ് കാണിച്ചില്ല എന്ന് പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആരോപണം കൂടിയാണ് ശ്രീ രാജേഷ് ചെറുപ്പാട്. ഇത് മാത്രമല്ല, ഇപ്പോ ഈ കൈരളി ചാനൽ 52 മിനിറ്റും കാണിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്ത് മാധ്യമപ്രവർത്തനമാണ് അവര് ചെയ്തതെന്നുള്ള ഒരു സംശയം ഒരു മാധ്യമപ്രവർത്തനത്തിലേക്ക് എനിക്കുണ്ട്. 52 മിനിറ്റ് ഒരു നാട്ടിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയ അപകടം ഉണ്ടായിട്ട് അത് മൈൻഡ് ചെയ്യാൻ പിണറായി വിജയന് തന്നെ ലൈവ് കൊടുത്തോണ്ടിരുന്നു പറഞ്ഞാൽ അതെന്ത് മാധ്യമപ്രവർത്തനമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതായത് 52 മിനിറ്റ് കൊടുക്കണമെന്നുള്ള പറയുന്ന 52 മിനിറ്റ് കൊടുക്കണം എന്നുള്ളതല്ല, അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യത്തെ അവഗണിക്കുന്നത്? എറിഞ്ഞാൽ കൊള്ളില്ലാത്ത ആയുധം തിരിച്ചെടുക്കൂ. ഇത് നിൽക്കില്ല. ഈ വാദം അങ്ങനെ ഉന്നയിക്കണ്ട. ഇത് നിൽക്കുന്ന കാര്യമല്ല. ഇനി ആരെ കൊണ്ടാ ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കേ ഈശ്വര. അതിലെന്ത് ഉന്നയിക്കുന്ന എന്ത് മെറിറ്റാണ്? ആ വിഷയം എവിടെയാണ് പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടാതെ? ഇന്നലെ ഈ സമയത്ത് പിണറായി വിജയൻ ചോദ്യങ്ങളാണ് ഈ പോയിന്റ് ഞാനിത് ചർച്ച ചെയ്തത് സാർ. അതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടില്ല. അങ്ങ് അത് വിടൂ. ഇത് വല്ല ഇടങ്ങേറായല്ല. 5-6 ദിവസം പ്രൈം ടൈമിൽ ഒരു സെക്കൻഡ് അവിടെയൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്ക അടക്കം എല്ലാമാണ് സംസാരിക്കുന്നത്. ഇന്ന് മാറിയത് എന്താണ്? ഇപ്പൊ ശ്രീ രാജേഷ് ചെറുപ്പാടിനെ അതിഥിയായി കിട്ടിയത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു സുഹൃത്താണ്. പക്ഷേ അങ്ങനെ വന്ന സാഹചര്യം എന്താണ്? എവിടെ പോയി CPM നേതാക്കൾ?
അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശ്രീ ഇ പി ജയരാജന് ആ. പിണറായി വിജയന്റെ നിലപാടില്ലാത്തതിന്റെ കാരണം എന്താണ്? വെരി സ്ട്രൈറ്റ്, വെരി സിമ്പിൾ. ആൻസർ ചെയ്യൂ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. CPIM-ന്റെ ഉയർന്ന നേതാവും മുതിർന്ന നേതാവും CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ് സഖാവ് പിണറായി വിജയൻ. സഭയ്ക്കകത്തും പുറത്തും പാർട്ടിക്കുള്ളിലും ഈ വിഷയത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ, പറഞ്ഞിട്ടില്ലേ? അതിൽ അല്ല, എന്റെ ചോദ്യം അങ്ങേക്ക് കേൾക്കുന്നില്ലേ? എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിൽ നിന്ന് വൈരുദ്ധ്യമുണ്ടെന്നും തർക്കങ്ങൾ, ഇതൊരു തർക്ക വിഷയമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇതൊരു തർക്ക അല്ല, എന്റെ ചോദ്യം അതൊന്നും അല്ല സാർ. ഒരു സെക്കൻഡ്, നമ്മൾ വെറുതെ സമയം കളയണ്ട. അങ്ങ് വെറുതെ സമയം കളയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരൊറ്റ തവണ ആവർത്തിക്കുന്നു, പിണറായി വിജയൻ ഉന്നയിക്കുന്ന അഴിമതി ആരോപണത്തിനൊപ്പം ഇ പി ജയരാജൻ നിൽക്കാത്തതിന് കാരണം എന്താണ്? അത് മാത്രം പറയൂ. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. അതിനാണ് ഞാൻ വീണ്ടും മറുപടി പറഞ്ഞല്ലോ. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്? അല്ല, പറഞ്ഞില്ല. വിഴിഞ്ഞം വിഷയമായി ബന്ധപ്പെട്ട് CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടത്തിയത്. ഞാൻ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്താണ്? ഇതിനേക്കാൾ ലളിതമായിട്ട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക ശ്രീ രാജേഷ് സാർ? ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ അടുത്ത റൗണ്ടിൽ ഇതേ ചോദ്യം ആവർത്തിക്കും. മുന്നറിയിപ്പ് അറിയിക്കുന്നതിനാണ് ഞാൻ തിരിച്ചു. ശ്രീ വസന്തശ്രീക്ക് ഇപ്പോ യഥാർത്ഥത്തിൽ ശ്രീ പണിക്കർ പറഞ്ഞ പോലെ ഇതില് UDF സർക്കാർ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രശ്നമുണ്ട്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പ്രശ്നമുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത റൗണ്ടിലേക്ക് ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് അങ്ങേക്ക് വരാൻ ശ്രമിക്കാം. CPM 10 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കുന്നു. ആ 10 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആദ്യമായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, വെറുമൊരു ആരോപണമാണോ? വിഴിഞ്ഞം പോലെ അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1.5 മാസം മാത്രം പ്രായമുള്ള ഒരു സർക്കാരിനെതിരായി വലിയൊരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. എത്രയോ 1000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ്. അത് പോലും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് തങ്ങളുടെ നിലപാട് പറഞ്ഞ്, ഇത് ജയരാജൻ അങ്ങനെ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ശൈലജ ടീച്ചർ അങ്ങനെ പറഞ്ഞു കാണും, ഇതൊന്നുമല്ല ഞങ്ങളുടെ പാർട്ടി സുപ്രീം കമാൻഡർ ഉണ്ടല്ലോ അയാൾ പറഞ്ഞതാണ് നിലപാട് എന്ന് പറയാൻ പോലും 4, 3, 7 പേരെ ഇവർക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഹാ കഷ്ടം എന്നേ പറയാനുള്ളൂ. നിങ്ങൾ കോടികളുടെ അഴിമതി ഉണ്ട്. കടൽ കൊള്ള എന്ന് പറഞ്ഞ കരാറിൽ നിന്ന് എന്തുകൊണ്ടാണ് LDF സർക്കാർ ഈ അവസരം ഉപയോഗിച്ച് പിന്മാറുന്നത്? 1. 2, വിസൽ 1000 കോടി രൂപയുടെ ആർബിട്രേഷനാണ് ഈ കമ്പനിക്കെതിരായി കൊടുത്തത്. എന്തിനാണ് സർക്കാർ ഇടപെട്ട് അത് പിൻവലിച്ചത്? അപ്പോൾ അഴിമതി ഏത് സർക്കാരിന്റെ കാലത്താണ് നടന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക്, പച്ചവെള്ളം കുടിക്കുന്നവർക്ക് മനസ്സിലാവുന്ന പോലെ സുവ്യക്തമാണ്. അവിടെ ഒന്നും വെച്ചേക്കല്ലേ. ഭരണത്തിന്റെ അവസാന ദിവസം വരെയും ഞാനും അദാനിയും ഭായിയാണ്, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്ണറാണ് എന്നൊക്കെ തുറമുഖ വകുപ്പ് മന്ത്രിയും അദാനിയോട് താല്പര്യമില്ല എന്ന് മറ്റു പല ഘട്ടങ്ങളിലും സംസാരിക്കുന്ന ആൾക്കാർ അദാനിയുടെ മകനെയൊക്കെ തന്നെ ഇവിടുത്തെ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി കൊണ്ടുവന്നിരുത്തി ഒപ്പം സ്റ്റേജ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇവിടുത്തെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രശ്നം, നമ്മൾ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഗതി പിടിക്കാത്ത ഒരു സമൂഹമാണ് എന്ന് തെളിയിക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാര് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ നുണ പറയുന്നത്. അതായത് വിഴിഞ്ഞം പോർട്ടിനെ അദാനിക്ക് വിറ്റു ആദ്യം. അപ്പൊ അദാനിക്ക് വിറ്റതിന് ശേഷം ഇപ്പൊ വിദേശത്തെ ഒരു കമ്പനിക്ക് അതിനെ വിറ്റു. അദാനി കരാർ മുഴുവനും ലംഘിച്ചു. എന്നിട്ട് അവര് സംസ്ഥാന സർക്കാരിന്റെ ഷെയർ, സംസ്ഥാന സർക്കാരിന് അവിടെ എന്ത് ഷെയർ ആണെന്നറിയില്ല, അതൊക്കെയാണ് ഇതിന്റെ ഒരു നമ്പർ. സംസ്ഥാന സർക്കാരിന്റെ ഷെയർ കൂടി ഇവിടെ വിറ്റു. വെറും 2500 കോടി രൂപയ്ക്ക് താഴെ മാത്രം മുടക്കിയിരുന്ന അദാനി ചുളിവിൽ അതിൽ നിന്ന് 13,000 കോടി രൂപ ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള താങ്കൾ പറയുന്നത് തെറ്റാണ്. ശ്രീ രാജേഷ് ഞാൻ സംസാരിക്കട്ടെ. പുള്ളി പറയട്ടെ, ഞാനത് ആസ്വദിക്കുന്നു. പുള്ളി പറയട്ടെ. നീ വിഷമിക്കേണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ഞാൻ പറയുകയാണല്ലോ, പ്രേക്ഷകർക്ക് കൂടി ആസ്വദിക്കാനുള്ള സമയം കൊടുക്കൂ, ഇടപെടാതെ. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നോക്കൂ, ഇവിടുത്തെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആ പ്രശ്നം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാരെ പറ്റി തന്നെയാണ് ശ്രീ രാജേഷ്. അതായത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരംഭമോ ഇൻവെസ്റ്റ്മെന്റോ വരുന്ന സമയത്ത് പൊടി പിടിച്ചുകൊണ്ട് ഇവിടെ ഗതി പിടിക്കരുത് എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ട് ആസ്വദിച്ച് ചിരിച്ച് കൈയടിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാരെന്നാണ് നിങ്ങൾ കരുതുന്നത്. അങ്ങനെയല്ല. ഈ നാട്ടിൽ ഇവിടെ പറ്റുന്ന രീതിയിലത്തേക്കുള്ള കൺഡ്യൂസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരണം
എന്ന താല്പര്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് സത്യം എന്താണ് എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതൊന്നുകിൽ സർക്കാർ പറയണം, അല്ലെങ്കിൽ ഇതേപോലെ മാധ്യമ സ്ഥാപനങ്ങൾ വഴി ആ കാര്യം ആൾക്കാരിലേക്ക് എത്തണം. സത്യത്തിൽ ശ്രീ രാജേഷ് ചെറുപ്പാട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനല്ല, കോൺഗ്രസ്സുകാരല്ല, ഇവിടെയുള്ള മാധ്യമങ്ങളല്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കൊളീഗ്സ് തന്നെയാണ്. ശ്രീ രാജേഷ് ഇവിടെ പറയുന്നത് കേട്ടിട്ട് പ്രേക്ഷകർ സത്യത്തിൽ ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും. കാരണം ഇതിന് മറുപടി പറയേണ്ടത് ഈ പാനലിൽ ഇരിക്കുന്ന മറ്റുള്ള ആൾക്കാരല്ല, നിങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള EP ജയരാജനാണ്, നിങ്ങളുടെ നേതാക്കളായിട്ടുള്ള PK ശ്രീമതിയും KK ശൈലജയും അടക്കമുള്ള ആൾക്കാരാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോ ദിവ്യ എസ് അയ്യരെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞ എന്താ, മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമനം, അവരുടെ ഭർത്താവ് കോൺഗ്രസിന്റെ ഉന്നത നേതാവായിട്ടും അതൊന്നും പരിഗണിക്കാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മികച്ച രീതിയിലേക്ക് അവർ പ്രവർത്തിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവർ അദാനിയെ വിറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ സൈബർ CPM ഹാൻഡിലുകളൊക്കെ തന്നെ ഈ കഥ കൊണ്ടുപോകുന്നത്. ഈ 15 കോടി രൂപയുടെ പിഴ, ഞാൻ ചോദിക്കുന്നത് ഈ പിഴ ഇട്ടിരിക്കുന്നത് എത്ര കാലം കൊണ്ടാണ്? ഈ ഭരണത്തിന്റെ അവസാനത്തെ ദിവസമാണ് ഈ 15 കോടി രൂപ പിഴയിട്ടതെന്നാണ് താങ്കൾ പറയുന്നത്. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് അവിടുത്തെ ടേൺ അറൗണ്ട് ടൈമിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആയിരുന്നില്ല ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാലയളവിലായിട്ട് ദീർഘമായ കാലത്തിലാണ് ഈ 15 കോടി രൂപയുടെ പിഴ എവിടെ ഇട്ടു എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ ആരായിരുന്നു ശ്രീ രാജേഷ് കേരളം ഭരിക്കുന്നത്? എന്താ ഉറക്കം വരുന്നു. CPM ഭരിക്കുന്നത്. ഈ 15 കോടി രൂപയിൽ 1 രൂപ പിരിച്ചെടുത്തിട്ടുണ്ടോ? 1 രൂപ, ഞാൻ ചോദിക്കുന്ന ഒറ്റ രൂപയാണ്. 15 കോടി രൂപ പിഴയിട്ടിട്ട് ഇത്രയും കാലം കിട്ടിയതിന് ശേഷം 1 രൂപ പിടിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോ MP രാജേഷ് അന്ന് ചോദിച്ചതുപോലെ നിങ്ങളോട് ചോദിക്കേണ്ടി വരും, എത്ര കിട്ടി? ചോദിക്കണ്ടേ? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെറിറ്റോറിയസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥ 15 കോടി രൂപ അദാനിയെ പോലെയുള്ള ഒരു കുത്തക മുതലാളിക്ക് പിഴയിട്ടിട്ട് ഈ സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പ് കേടുകൊണ്ട് 1 രൂപ പിരിച്ചെടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ആൾക്കാർ ചോദിക്കും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മറുപടി ഉണ്ടോ? ഇല്ല. നിങ്ങൾ അതിനെപ്പറ്റി എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ആൾക്കാർ ചിരിക്കും, നിങ്ങളെ നോക്കി ചിരിക്കും. പിന്നെ ദിവ്യ എസ് അയ്യരെ മാറ്റുന്നത് സ്വാഭാവികം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാ? ഞങ്ങളല്ല, ഇവിടെയുള്ള ആൾക്കാരല്ല, ഭരണത്തിലിരുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ഈ മറ്റേ മാധ്യമ സ്ഥാപനങ്ങളല്ല. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ അവരെ സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് ഒരു സർക്കാർ മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണെന്നേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാജേഷ് ചെറുപ്പാട് ഇവിടെ വന്നിരുന്നിട്ട് CPM ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു ചർച്ചയിൽ വന്നിട്ട് എത്ര തലകുത്തി നിന്ന് ന്യായീകരിച്ചാലും നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിനപ്പുറത്തേക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം സൈബർ ഇടത്തിലുള്ള അവരുടെ പോരാളി ഷാജിമാരടക്കം പ്രചരിപ്പിക്കുന്ന നുണകൾ എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ എന്തെല്ലാം കണ്ടു, ഈ റോഡ് പോലും അവിടെ ഉണ്ടാക്കേണ്ടത് അദാനിയുടെ ഉത്തരവാദിത്തം മാത്രമായിരുന്നു എന്ന് പറഞ്ഞത് സർക്കാരിന്റെ ഉത്തരവാദിത്തം. സത്യത്തിൽ ഈ 15 കോടി രൂപയുടെ ഫൈനിനെ പറ്റി നിങ്ങൾ പറയുമ്പോൾ കോൺട്രാക്ച്വൽ ആയിട്ടുള്ള എല്ലാ ഒബ്ലിഗേഷനും സമയബന്ധിതമായിട്ട് കഴിഞ്ഞ പിണറായി സർക്കാർ ഈ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടോ? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ സൂ ചെയ്യാനായിട്ട് ഈ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ അദാനിക്ക് പറ്റും. ഞാൻ പറഞ്ഞത് അത് അവർ ചെയ്യാതിരിക്കുന്നത് അവർക്ക് നല്ല രാഷ്ട്രീയ ബന്ധവുമായിട്ട് അവിടെ ബിസിനസ്സുമായിട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യം എടുത്തതിന് ശേഷമാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുക? ഈ വിദേശത്തു നിന്നൊരു കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ ഭാവിയെ ബാധിക്കും. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള കോൺട്രാക്ട്, അതിപ്പോ പല തരത്തിലുള്ള അഭിപ്രായം ആൾക്കാർക്കുണ്ടാവും. ഇത് സംസ്ഥാന സർക്കാരിന് ലാഭം റിയലൈസ് ചെയ്യുന്നത് ഏത് സമയം മുതലാണ് തുടങ്ങിയ പല കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഒരുപക്ഷെ ഇതിനെ ഒരു നല്ല റൈറ്റ് ഓപ്പർച്യൂൺ മൊമെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് വീണ്ടും അദാനിയോട് നെഗോഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ഇവിടെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, ഇവിടത്തേക്ക് കൂടുതൽ ഷിപ്പ് വന്നു കഴിഞ്ഞാൽ, കൂടുതൽ കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാ ഗുണമുണ്ടാകാൻ പോകുന്നത്? ഓരോ വർഷം നിലവിലത്തെ കരാർ അനുസരിച്ച് 2034 മുതൽ സംസ്ഥാന സർക്കാരിന് മൊത്തത്തിലുള്ള വരുമാനത്തിന്റെ 1% വീതം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ 1% ആകുന്നു, അത് അങ്ങനെ വർദ്ധിക്കുന്നു. അങ്ങനെ 40 വർഷം കൊണ്ട് അത് റിയലൈസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ഇവിടേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആർക്കാ ഗുണം? സംസ്ഥാന സർക്കാരിനാണ് ഗുണം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ നിങ്ങൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒരു നയം സ്വീകരിക്കുക, ഭരണം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മുതൽ വേറൊരു നയം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ് ശ്രീ രാജേഷ്. നമ്മളിപ്പോ ഇവിടുത്തെ മദ്യത്തിന്റെ ഈ ലോ ആൽക്കഹോൾ ബെവറേജിനെ പറ്റി പറഞ്ഞു, അതിന് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ പറ്റി പറഞ്ഞു, PM ശ്രീയെ കുറിച്ച് പറഞ്ഞു, ധാതുമണൽ ഖനനത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ വിഷയങ്ങളൊക്കെ വെച്ചിരുന്ന സമയത്ത് നമ്മളെല്ലാം അഭിപ്രായം പറഞ്ഞത് എന്താ? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസ് പറഞ്ഞിരുന്ന അഭിപ്രായം ഭരണത്തിൽ കയറി 1ാമത്തെ ദിവസം മുതൽ യു ടേൺ എടുക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോ യു ടേൺ എടുക്കുകയാണ്.
നിങ്ങൾ ഇവിടെ വളരെ കൃത്യമായ രീതിയിലത്തേക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരികയാണ്, അദാനിയാണ്, മറ്റേതാണ്, മറിച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. അദാനി നമ്മുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആൾക്കാർ ഒരൊറ്റ ദിവസത്തെ ഭരണം മാറുന്ന സമയത്തേക്ക് ഇത് മുഴുവൻ അഴിമതിയാണ്, ഇത് മുഴുവൻ അപ്പഴി തട്ടിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പ്രസക്തമാകുന്നത്. എങ്കിൽ ഈ അഴിച്ചിരിക്കുന്ന ഫൈനിൽ എത്ര അടപ്പിച്ചു? ഇല്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗതി പിടിക്കാത്ത ഒരു സംസ്ഥാനമാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ കേരളം എന്നുള്ള പ്രതീതി ഉണ്ടാക്കാനായിട്ട് മത്സരിക്കുന്നത്. നിങ്ങൾ അവസാനിപ്പിക്കുക. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നു, ഇന്ത്യക്ക് മാതൃകയാകുന്നു, അല്ലേ? ഇതൊക്കെ വസ്തുതയാണ്. ഇന്ത്യക്ക് മാതൃകയായി മാറുന്നു. ഇത്തരത്തിലുള്ള മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസന വഴികളിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ലോക മാതൃകയായി മാറുന്നതിൽ ഇടതുപക്ഷം പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ഇടപെടലുകളുണ്ട്, സമരങ്ങളുണ്ട്, മുന്നേറ്റങ്ങളുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന പുറത്തിറക്കിയുള്ള എൻ്റെ അറിവിൽ. ആ പ്രസ്താവനയുടെ ഏറ്റവും പ്രധാന കണ്ടന്റായി ദേശാഭിമാനി പത്രത്തിന്റെ 1-ാം പേജിൽ വന്ന ആദ്യത്തെ വരി എന്ന് പറയുന്നത് ഓഹരി കൈമാറ്റ നീക്കം അടിയന്തരമായി തടയണം എന്നുള്ളതാണ്. ഇനി അങ്ങ് പറഞ്ഞു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇ.പി. ജയരാജനും പിണറായി വിജയനും അല്ലയോ? ഒരഭിപ്രായ ഭിന്നതയുടെ അല്ല ഞാൻ പറയുന്നു. അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതയുടെ ഒരു വിഷയം ഇതിനകത്ത് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമായിട്ട് സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി ജനാധിപത്യത്തിന്റെ അല്ലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് അഭിപ്രായം എന്ന് പറയുന്നത് അഭിപ്രായമാണ് ഈ വിഷയത്തിൽ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര പ്രശ്നമല്ല. ശ്രീ അയ്യപ്പദാസ് ഒരു കാര്യം മനസ്സിലാക്ക്. അയ്യപ്പദാസ് ഒരു കാര്യം മനസ്സിലാക്കില്ല, പ്രത്യയശാസ്ത്ര വിഷയമല്ല ഇത്. നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലുള്ള നിലപാടാണ്, ഇടതുപക്ഷ നിലപാടാണ്. ആ ഇടതുപക്ഷ നിലപാട് അപ്പൊ ആവശ്യമുണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്. പിണറായി വിജയനാണല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. നടത്തിയത് അല്ലേ? പാർട്ടിയുടെ വിഷയത്തിൽ ഇത് പാർട്ടിയുടെ വിഷയമല്ലെന്ന്. പാർട്ടിയുടെ വിഷയമല്ലപ്പ അത്. പാർട്ടിയുടെ വിഷയം പാർട്ടിക്കകത്ത് തീർത്തോളും. ഏതെങ്കിലും പ്രത്യയശാസ്ത്ര പ്രശ്നമാണോ അത്? അതൊന്നുമല്ല. അത് പാർട്ടിക്കുള്ളിൽ ഇപ്പൊ നിങ്ങൾ ഇതിന് രണ്ട് വ്യക്തികൾ തമ്മിലോ കുറെ വ്യക്തികൾ തമ്മിലോ പാർട്ടിക്കുള്ളിലുള്ള വ്യക്തികൾ തമ്മിലോ വൈരുദ്ധ്യങ്ങളുണ്ട്, കോൺട്രഡിക്ഷറി ഉണ്ടെന്ന് പിന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ വഴിയരികിൽ പേഴ്സും ബെൽറ്റും വിൽക്കാനിരിക്കുന്ന ആളിനെയും മുറുക്കാങ്കട നടത്തുന്ന ആളിനെയും സംരംഭക പട്ടികയിൽ ഉൾപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിലൂടെ 3 ലക്ഷം പുതിയ നിക്ഷേപകർ ഉണ്ടായി എന്ന് അവകാശപ്പെട്ട് നാണം കെട്ട സർക്കാരാണ് കഴിഞ്ഞ സർക്കാർ. ഇനി ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഓരോ നിക്ഷേപകരും നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആന്തൂരിലെ സാജനിലും പി സുഗതനിലും ആ ചർച്ച തുടങ്ങണം. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ താങ്കൾ തയ്യാറാണ്. ഒരു സെക്കൻഡ്, തീർന്നില്ലല്ലോ, സമയം കളയല്ലേ? ഞാൻ പറഞ്ഞിട്ടെ അങ്ങയുടെ സമയത്ത് അടുത്തത് അങ്ങയുടെ സമയത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിഴിഞ്ഞത്ത് നിക്ഷേപം. ഞാനും സംസാരിക്കുക ശ്രീ രാജേഷ്. അപ്പോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വിഴിഞ്ഞത്ത് നിക്ഷേപം ഉണ്ടാകുന്നതിന് ഞങ്ങൾ പ്രശ്നമല്ല, ഞങ്ങൾ അതിൽ തടസ്സമല്ല എന്ന് ശ്രീ രാജേഷ് പറയുമ്പോൾ സെബിക്ക് പിണറായി വിജയൻ അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമാണെന്ന് വിശദീകരിച്ചാൽ മതി. ഈ ഇടപാട് എന്ന് പറയുന്നത് ഈസ് ഡെട്രിമെന്റൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണ്. എന്താ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. പൊതു താല്പര്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാന സർക്കാർ 2 കാര്യത്തിലാണ് ഈ ഒരു കരാറിനെ വിലയിരുത്തുന്നത്. ഇതിന് അപ്രൂവലിന് കൊടുക്കുന്ന സമയത്ത് 25% മുകളിലുള്ള സ്റ്റേക്ക് ഡൈവേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തേത് രാജ്യസുരക്ഷയും രണ്ടാമത്തേത് പൊതുതാല്പര്യവുമാണ്. അപ്പൊ ഇത് പൊതുതാല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഇഫക്റ്റീവ്ലി ഇവിടെ ശ്രമിക്കുന്നത്, അഥവാ CPM ഇവിടെ ശ്രമിക്കുന്നത് ഈ പദ്ധതിയെ ഇല്ലാതാക്കാനാണ്. അതിനെ താങ്കൾ എത്ര പൊട്ടി കൊണ്ടിട്ട് കഴിഞ്ഞാലും അത് വെളുപ്പിക്കാനായിട്ട് കഴിയില്ല. ഇനി മൊണോപ്പൊളിയെ പറ്റി താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് 26% മാത്രം ഒന്നാമത്തെ വർഷം കീപ്പ് ചെയ്താൽ മതി എന്നുള്ള ഒരു കണ്ടീഷൻ
10 വർഷം ഇവിടെ പിണറായി വിജയനായിരുന്നല്ലോ മുഖ്യമന്ത്രി. ഇത്തരം നിങ്ങൾ ആ കരാർ ഇത്തരം അസംബന്ധങ്ങൾ അസംബന്ധങ്ങൾ അതിന് ആ കരാർ അദാനിയെ അനുവദിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ആ കസേരയിൽ നോക്കുക